ക്വന്റിൻ ടാരന്റിനോയുടെ 2019 പുറത്തിറങ്ങിയ ഒരു അടിപൊളി പടമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്. 1969 അമേരിക്കയെ നടുക്കിയ മാൻസൺ ഫാമിലി കൊലപാതകങ്ങളെയും നടി ഷാരൺ ടേറ്റിന്റെ ജീവിതത്തെയും പശ്ചാത്തലമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ആ ചരിത്രത്തെ അതുപടി കാണിക്കാതെ സ്വന്തം ശൈലിയിൽ ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി സൃഷ്ടിക്കുകയാണ് ടാരന്റിനോ ഇവിടെ ചെയ്യുന്നത്. അധികം വൈകിപ്പിക്കാതെ ഈ പടത്തിന്റെ മുഴുവൻ കഥയിലേക്ക് നമുക്ക് കടക്കാം. 1969 ഹോളിവുഡ്. പഴയ സ്റ്റുഡിയോ സിസ്റ്റം മാറി പുതിയൊരു സംസ്കാരവും പുതിയൊരു തലമുറയും നഗരത്തെ കീഴടക്കാൻ തുടങ്ങിയ കാലം. അവിടെയാണ് നമ്മൾ റിക് ഡാൾട്ടൺ എന്ന നടനെ പരിചയപ്പെടുന്നത്. ഒരു കാലത്ത് ബൗണ്ടിലോ എന്ന ഹിറ്റ് TV സീരീസിലെ ജെയ്ക് കാഹിൽ എന്ന കഥാപാത്രത്തിലൂടെ തിളങ്ങി നിന്നിരുന്ന വെസ്റ്റേൺ താരം. പക്ഷേ ഇപ്പോൾ റിക്കിന്റെ കരിയർ വളരെ മോശം ഘട്ടത്തിലാണ്. പഴയ പ്രതാപം നഷ്ടപ്പെട്ട് വെറും വില്ലൻ വേഷങ്ങളിൽ ഒതുങ്ങിപ്പോയ നിരാശയിലാണ് റിക്ക് ഇപ്പോൾ ജീവിക്കുന്നത്. താൻ ഔട്ട് ഓഫ് ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണോ എന്ന ഭയം അയാളെ വേട്ടയാടുന്നുണ്ട്. റിക്കിന്റെ കൂടെ എപ്പോഴും ഉള്ളത് ക്ലിഫ് ബൂത്ത് ആണ്. ക്ലിഫ് റിക്കിന്റെ വെറും ഒരു സ്റ്റണ്ടബിൾ മാത്രമല്ല, അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പേഴ്സണൽ ഡ്രൈവർ കൂടിയാണ്. ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഹോളിവുഡിൽ ക്ലിഫിനെ കുറിച്ച് ചില ഗോസിപ്പുകൾ ഉണ്ടെങ്കിലും റിക്ക് അതൊന്നും കാര്യമാക്കുന്നില്ല. ഇരുവരും ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള ആത്മബന്ധം മനസ്സിലാകും. ഒരു നടന്റെ ജീവൻ കയ്യിൽ പിടിച്ചാണ് സ്റ്റൺമാൻ ജോലി ചെയ്യുന്നതെന്ന് റിക്ക് പുകഴ്ത്തുമ്പോൾ താൻ റിക്കിന്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് മാത്രമാണ് ക്ലിഫ് തമാശയോടെ പറയുന്നത്. പിന്നീട് കഥ നേരെ വരുന്നത് 1969 യാഥാർത്ഥ്യത്തിലേക്കാണ്. പ്രശസ്ത പ്രൊഡ്യൂസറായ മാർവിൻ ഷ്വാർട്സ് റിക്കിനെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കാണുന്നു. റിക്കിന്റെ കരിയർ ഇപ്പോൾ താഴോട്ടാണെന്നും പുതിയ നായകന്മാരുടെ തല്ലുകൊള്ളുന്ന വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നത് റിക്കിന്റെ സൂപ്പർ സ്റ്റാർ ഇമേജിനെ തകർക്കുമെന്നും മാർവിൻ ഓർമ്മിപ്പിക്കുന്നു. രക്ഷപ്പെടണമെങ്കിൽ ഇറ്റലിയിൽ പോയിട്ട് അവിടുത്തെ സ്പഗേറ്റി വെസ്റ്റേൺ സിനിമകൾ ചെയ്യണമെന്നാണ് മാർവിന്റെ നിർദ്ദേശം. ഇതൊരു വലിയ താഴ്ത്താഴ്ത്തലായി കണ്ട് മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുന്ന റിക്ക് പാർക്കിംഗ് ലോട്ടിൽ വെച്ച് നിയന്ത്രണം വിട്ട് കരയാൻ തുടങ്ങുന്നു. ആ സമയത്ത് ക്ലിഫ് റിക്കിന്റെ സൺഗ്ലാസ് വാങ്ങി തുടച്ചു കൊടുത്തിട്ട് പരസ്യമായി കരയരുതെന്നും അവൻ സൂപ്പർ സ്റ്റാറായ റിക് ഡാൾട്ടൺ ആണെന്ന കാര്യം മറക്കരുതെന്നും അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് ക്ലിഫ് റിക്കിന്റെ കാഡിലാക്ക് കാർ ഓടിച്ച് ഹോളിവുഡ് ഹിൽസിലെ സീലോ ഡ്രൈവിലുള്ള റിക്കിന്റെ വീട്ടിലേക്ക് പോകുന്നു. അയാളുടെ തൊട്ടടുത്ത വീട്ടിലേക്ക് പുതിയതായി താമസം മാറിയിരിക്കുന്നത് ഒരു ഹിറ്റ് ഡയറക്ടറായ റോമൻ പൊളാൻസ്കിയും ഭാര്യയും നടിയുമായ ഷാരൺ ടേറ്റുമാണ്. തന്റെ കരിയർ തകർന്നു നിൽക്കുമ്പോൾ തൊട്ടടുത്ത് വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന രണ്ടുപേർ വരുന്നത് റിക്കിന് ഒരേ സമയം അസൂയയും എന്നാൽ ചെറിയൊരു പ്രതീക്ഷയും ഉണ്ടാക്കുന്നുണ്ട്. അവരുമായി അടുക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തൊരു പൊളാൻസ്കി പടത്തിൽ അവസരം കിട്ടിയാലോ എന്ന് അവൻ സ്വപ്നം കാണുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. റിക്കിനെ വീട്ടിലാക്കിയ ശേഷം ക്ലിഫ് നഗരത്തിന്റെ ഒരറ്റത്തുള്ള തന്റെ ചെറിയ ട്രെയിലറിലേക്ക് പോകുന്നു. അവിടെ ബ്രാൻഡി എന്ന തന്റെ പിറ്റ്ബുള്ളായ വളർത്തുനായ മാത്രമാണുള്ളത്. മക്രോണിയൊക്കെ പാകം ചെയ്ത് നായോടൊപ്പം ജീവിക്കുന്ന ക്ലിഫിന്റെ ലൈഫ് റിക്കിന്റെ ജീവിതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. വിശന്നു നിൽക്കുമ്പോഴും ക്ലിഫ് കൃത്യമായി സിഗ്നൽ കൊടുക്കുന്നതുവരെ ആ നായ ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ട്. അവൾ എത്രത്തോളം ഒബീഡിയന്റ് ആയ ഒരു ഡോഗ് ആണെന്ന് കഥയുടെ അവസാനം നമ്മൾ വീണ്ടും കാണും. അടുത്ത ദിവസം രാവിലെ ലാൻസർ എന്ന പുതിയ വെസ്റ്റേൺ TV സീരീസിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ റിക്ക് എത്തുന്നു. ഡയറക്ടർ റിക്കിനെ പുതിയൊരു ലുക്കിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുന്നു. നീണ്ട മുടിയും വലിയ മീശയൊക്കെയുള്ള കേലബ് എന്ന വില്ലൻ കഥാപാത്രമായി റിക്ക് മാറുന്നു. ഈ സെറ്റിൽ വെച്ചാണ് റിക്ക് ട്രൂഡി എന്ന 8 വയസ്സുകാരി നടിയെ പരിചയപ്പെടുന്നത്. വളരെ ഗൗരവത്തിൽ ഇരിക്കുന്ന അവളോട് സംസാരിക്കുമ്പോൾ റിക്ക് തന്റെ കരിയറിലെ ഇൻസെക്യൂരിറ്റീസ് പങ്കുവെക്കുകയും അതെല്ലാം പറഞ്ഞ് കണ്ണു നിറയുകയും ചെയ്യുന്നു. ആ സമയത്ത് ട്രൂഡി അയാളെ വളരെ പക്വതയോടെയാണ് ആശ്വസിപ്പിക്കുന്നത്. താൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ വിഷമമാണ് അതെന്ന് പറഞ്ഞ് റിക്ക് ഒതുക്കാൻ നോക്കുമ്പോഴും അതൊരു മികച്ച സംഭാഷണമായിരുന്നു എന്ന് പറഞ്ഞ് അവൾ അയാൾക്ക് വലിയൊരു ആശ്വാസം നൽകുകയാണ്. ഇതേസമയം ക്ലിഫ് കാറുമായി നഗരത്തിലൂടെ പോകുമ്പോൾ കുറച്ച് ഹിപ്പി പെൺകുട്ടികൾ കൂട്ടമായി പാട്ടുപാടി നടക്കുന്നുണ്ട്. സംഘടിക സമൂഹത്തെയും സംഘടിക സാമൂഹിക ആചാരങ്ങളെയും എതിർക്കുന്ന ഒരുതരം ഫ്രീ സ്പിരിറ്റ്സ് ആയ എന്നാൽ തലക്കൽപ്പം കിളിപോയ ഒരു കൂട്ടരാണ് ഈ ഹിപ്പികള്. അവരുടെ കൂട്ടത്തിൽ പുസി ക്യാറ്റ് എന്നൊരു പെൺകുട്ടി ക്ലിഫിനോട് ലിഫ്റ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ വണ്ടി നിർത്താതെ പോകുന്നു. ഈ ഹിപ്പികളുടെ സാന്നിധ്യം ആ നഗരത്തിൽ പുതിയൊരു കൾച്ചർ രൂപപ്പെടുന്നതിന്റെ കൃത്യമായ സൂചനയായിരുന്നു. പിന്നീട് ഷൂട്ടിംഗ് സെറ്റിൽ റിക്ക് തന്റെ ആദ്യ സീൻ അഭിനയിക്കാൻ തയ്യാറെടുക്കുകയാണ്. തന്റെ സഹനടനോട് വലിയൊരു ഡയലോഗ് പറയേണ്ട രംഗമാണ്. എന്നാൽ തലേ ദിവസത്തെ മദ്യപാനവും മനസ്സിലെ ടെൻഷനും കാരണം റിക്കിന് ലൈനുകൾ മാറിപ്പോകുന്നു. പലതവണ റീടേക്ക് പോയിട്ടും ശരിയാകാതെ വന്നപ്പോൾ അപമാനിതനായ റിക്ക് ദേഷ്യത്തോടെ തന്റെ പേഴ്സണൽ കാരവാനിലേക്ക് ഓടിക്കയറുകയാണ്. അവിടെ വെച്ച് അയാൾ സ്വന്തം പരാജയത്തെ ഓർത്ത് സാധനങ്ങൾ വലിച്ചെറിയുകയും മദ്യപാനം ചെയ്യുന്നതിന് കണ്ണാടി നോക്കി സ്വയം ചീത്ത വിളിക്കുകയും ചെയ്യുന്നു. ഉള്ളിലെ ആത്മസംഘർഷം മുഴുവൻ പുറത്തു വീഴുന്ന ആ നിമിഷത്തിന് ശേഷം തിരികെ സെറ്റിലെത്തുന്ന റിക്ക് അടുത്ത സീനിൽ വില്ലൻ കഥാപാത്രത്തിനെ തകർപ്പനായിട്ടാണ് ഷോക്കേസ് ചെയ്തത്. ഡയറക്ടർ കട്ട് പറയുമ്പോൾ സെറ്റിലുള്ളവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. ട്രൂഡി റിക്കിന്റെ അരികിലേക്ക് വന്ന് താൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അഭിനയമായിരുന്നു ഇതെന്ന് അയാളുടെ ചെവിയിൽ രഹസ്യമായി പറയുമ്പോൾ റിക്കിന്റെ നഷ്ടപ്പെട്ടുപോയ ആത്മവിശ്വാസം കുറച്ച് തിരികെ കിട്ടുന്നുണ്ട്. ഇതേസമയം നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് നടി ഷാരൺ ടേറ്റ് തന്റെ ഒരു ദിവസം പൂർണ്ണമായി ആസ്വദിക്കുകയാണ്. വെറുതെ റോഡുകളിലൂടെ നടക്കാനും പുസ്തകശാലകളിൽ കയറാനും ഒക്കെ അവൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ നടക്കുമ്പോൾ താൻ അഭിനയിച്ച ദ റെക്കിംഗ് ക്രൂ എന്ന സിനിമ അടുത്തുള്ള തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു.
അവൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് താൻ തന്നെയാണ് ആ സിനിമയിലെ നടി എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കടക്കുന്നു. സ്ക്രീനിലെ തന്റെ രംഗങ്ങൾ കണ്ട് പ്രേക്ഷകർ ഉറക്കെ ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അവൾക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ നിഴൽ പോലും ഇല്ലാത്ത വിധം തികച്ചും സമാധാനപരമായ ഒരു ലോകത്താണ് അവൾ ജീവിക്കുന്നത്. അതേസമയം ക്ലിഫ് റിക്കിന്റെ വീട്ടിലെ TV ആന്റിനെ നന്നാക്കാനായി റൂഫിൽ കയറുന്നു. കത്തുന്ന വെയിലത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ ക്ലിഫ് തന്റെ പഴയൊരു ഓർമ്മയിലേക്ക് പോകുന്നുണ്ട്. ദ ഗ്രീൻ ഹോണറ്റ് എന്ന TV സീരീസിന്റെ സെറ്റിൽ വെച്ച് പ്രശസ്ത മാർഷൽ ആർട്സ് താരം ബ്രൂസ്ലിയുമായി ക്ലിഫ് ഉണ്ടാക്കുന്ന ഒരു തർക്കമാണത്. സെറ്റിലുള്ളവരുടെ മുന്നിൽ വെച്ച് വലിയ രീതിയിൽ സംസാരിക്കുന്ന ബ്രൂസ്ലിയെ ക്ലിഫ് വളരെ കൂളായി കളിയാക്കുന്നു. ഇതവർക്കിടയിൽ ഒരു ഫൈറ്റായി മാറുകയാണ്. അതിൽ ക്ലിഫ് ബ്രൂസ്ലിയെ എയറിൽ വെച്ച് പിടിച്ച് ഒരു കാറിന്റെ വാതിലിലേക്ക് അടിച്ചു കയറ്റുന്നുണ്ട്. Hey, you. Me? Yeah, you. Not bad, Kato. Try that again. Whoa! What the is going on here? അവിടെ എത്തിയ പ്രൊഡ്യൂസറിന്റെ ഭാര്യ അവളുടെ കാർ നശിപ്പിച്ചതിന് ക്ലിഫിനെ സെറ്റിൽ നിന്നും പുറത്താക്കുന്നു. ക്ലിഫിന് വേറെ സിനിമകളിൽ സ്റ്റണ്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കുറയാൻ കാരണം ഇത്തരം ചില പെരുമാറ്റങ്ങളും പിന്നെ ഭാര്യയെ കൊന്നുവെന്ന ആരോപണവുമാണ്. റിക്ക് റൂഫി ഇരിക്കുമ്പോൾ അടുത്തുള്ള വീട്ടിലേക്ക് വരുന്ന ചാൾസ് മാൻസനെ കാണിക്കുന്നുണ്ട്. അവിടെ അവൻ ശരിക്കും അന്വേഷിച്ചു വന്നത് അവന്റെ പാട്ടുകളൊക്കെ നിരസിച്ച ഒരു മ്യൂസിക് ഡയറക്ടറിനെയാണ്. എന്നാൽ അയാൾ താമസിക്കുന്നിടത്താണ് ഇപ്പോൾ ഷാരൺ ടേറ്റ് താമസിക്കുന്നത്. ആ മ്യൂസിക് ഡയറക്ടറിനെ കിട്ടാത്തതുകൊണ്ട് പകരം അവിടെ താമസിക്കുന്ന ഹോളിവുഡിലെ വേറെ ഒരു പ്രതാപിയെ കൊന്നേക്കാമെന്ന വളരെ നിസ്സാരമായ കാരണം കൊണ്ടാണ് അന്ന് ശരിക്കും ഗർഭിണിയായിരുന്ന ഷാരൺ ടേറ്റിനെ ഈ മാൻസൺ ഫാമിലി എന്ന് പറയുന്ന കൾട്ട് മെമ്പേഴ്സ് കൊലപ്പെടുത്താൻ പ്ലാൻ ചെയ്തത്. ആന്റണിയൊക്കെ നന്നാക്കി കഴിഞ്ഞ ശേഷം ക്ലിഫ് വീണ്ടും കാറുമായി പുറത്തേക്ക് ഇറങ്ങുന്നു. വഴിയിൽ വെച്ച് അവൻ നമ്മൾ മുൻപ് കണ്ട ഹിപ്പി പെൺകുട്ടിയായ പുസിക്യാറ്റിനെ വീണ്ടും കാണുകയും അവൾക്ക് ലിഫ്റ്റ് കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു. അവൾ താമസിക്കുന്നത് നഗരത്തിന് പുറത്തുള്ള സ്പാൻ റാഞ്ച് എന്ന സ്ഥലത്താണെന്ന് പറയുന്നു. ഒരു കാലത്ത് ധാരാളം വെസ്റ്റേൺ സിനിമകൾ ഷൂട്ട് ചെയ്തിരുന്ന ക്ലിഫിന് പണ്ടേ നന്നായി അറിയാവുന്ന ഒരു ലൊക്കേഷനായിരുന്നു അത്. അതിന്റെ ഉടമസ്ഥനായ ജോർജ് എന്ന വൃദ്ധൻ തന്റെ സ്ഥലത്ത് ഈ പുതിയ യുഗത്തിലെ ഹിപ്പികളെ താമസിക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞപ്പോൾ ക്ലിഫിന് ചെറിയൊരു സംശയം തോന്നുന്നു. അവർ സ്പാൻ റാഞ്ചിൽ എത്തുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം തികച്ചും നിഗൂഢമായിരുന്നു. ക്ലിഫിന്റെ ആഡംബര കാർ കണ്ടപ്പോൾ തന്നെ അവിടെയുള്ള ഹിപ്പികളെല്ലാം വളരെ സംശയത്തോടെയാണ് നോക്കുന്നത്. തനിക്ക് ജോർജിനെ കാണണമെന്ന് ക്ലിഫ് ആവശ്യപ്പെടുമ്പോൾ ജോർജ് വിശ്രമിക്കുകയായതുകൊണ്ട് അത് സാധിക്കുകയില്ല എന്ന് പറയുന്നു. ഹിപ്പികളുടെ ഈ പെരുമാറ്റത്തിൽ എന്തോ വില്ലത്തരം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ ക്ലിഫ് അവരുടെ എതിർപ്പുകളെ അവഗണിച്ച് ജോർജ് കിടക്കുന്ന ആ പഴയ വീട്ടിലേക്ക് നടക്കുന്നു. അവിടെ സ്ക്വീക്കി എന്ന പെൺകുട്ടി ക്ലിഫിനെ വീണ്ടും തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവനെ നിർത്തിയില്ല. കട്ടിലിൽ തികച്ചും ക്ഷീണിതനായി കാഴ്ചശക്തി വളരെ നഷ്ടപ്പെട്ട നിലയിലാണ് ജോർജ് കിടക്കുന്നത്. ഈ ഹിപ്പികളെല്ലാം അയാളുടെ ഈ അവസ്ഥയെ ചൂഷണം ചെയ്താണ് അവിടെ താമസിക്കുന്നതെന്ന് ക്ലിഫിന് ബോധ്യമായി. ജോർജിന് ക്ലിഫിനെ മനസ്സിലാവുന്നില്ലെങ്കിലും താൻ അവിടെ ഓക്കെ ആണെന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. ക്ലിഫ് പുറത്തേക്ക് വരുമ്പോൾ ആ ഹിപ്പികളിൽ ഒരുത്തൻ റിക്കിന്റെ കാറിന്റെ ടയർ ഒരു കത്തി വെച്ച് കുത്തി കീറിയതായി കാണുന്നു. ക്ലിഫ് വളരെ ശാന്തനായി അവനോട് ആ ടയർ മാറ്റി സ്റ്റെപ്പിനി വെക്കാൻ ആവശ്യപ്പെടുന്നു. ആ ഹിപ്പി അത് കേൾക്കാതെ പരിഹസിക്കുമ്പോൾ ക്ലിഫ് അവന്റെ മുഖത്തേക്ക് ശക്തമായി ഇടിക്കുകയാണ്. Ladies. ചോര ഒലിപ്പിച്ച് കിടക്കുന്ന അവനെ കൊണ്ട് തന്നെ ടയർ മാറ്റിക്കുന്നതോടെ അവിടെയുള്ള മറ്റാരും ക്ലിഫിന് നേർക്ക് വരാൻ ധൈര്യപ്പെടുന്നില്ല. ഇതേസമയം അവരിൽ പ്രധാനിയായ ടെക്സ് വരുന്നുണ്ടെങ്കിലും ക്ലിഫ് അപ്പോഴേക്കും വണ്ടിയുമായി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ചാൾസ് മാൻസൺ എന്ന ക്രിമിനലിന്റെ അനുയായികളുടെ താവളത്തിലേക്കാണ് താൻ ചെന്നുവിട്ടതെന്ന് ക്ലിഫ് അപ്പോൾ അറിഞ്ഞിരുന്നില്ല. 6 മാസം ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മളെ കാണിക്കുന്നത്. റിക്ക് ഒടുവിൽ മാർവിന്റെ നിർദ്ദേശം സ്വീകരിച്ച് സ്പഗേറ്റി വെസ്റ്റേൺ അഭിനയിക്കാൻ വേണ്ടി ഇറ്റലിയിൽ പോവുകയും അവിടെ വെച്ച് അത്യാവശ്യം പണമുണ്ടാക്കി ഫ്രാൻസെസ്ക കപ്പുച്ചി എന്ന ഇറ്റാലിയൻ നടിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ തിരികെ ഹോളിവുഡിലേക്ക് എത്തുമ്പോൾ റിക്കിന്റെ സാമ്പത്തിക സ്ഥിതി വീണ്ടും മോശമാവുകയാണ്. തന്റെ കയ്യിലെ സമ്പാദ്യം കുറയുന്നതുകൊണ്ട് ക്ലിഫിനെ ഇനി കൂടെ നിർത്താൻ കഴിയില്ലെന്ന കഠിനമായ തീരുമാനം റിക്ക് അറിയിക്കുന്നു. വർഷങ്ങളായുള്ള തങ്ങളുടെ ആ ബന്ധം അവസാനിക്കുന്നതിൽ രണ്ടുപേർക്കും വളരെ സങ്കടമുണ്ട്. ലോസ് ആഞ്ചലസിൽ തങ്ങളുടെ ആ ഒരുമിച്ചുള്ള അവസാനത്തെ രാത്രി വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കാൻ അവർ രണ്ടുപേരും ചേർന്ന് തീരുമാനിക്കുന്നു. 1969 ഓഗസ്റ്റ് 9 രാത്രി റിക്കിന്റെ തൊട്ടടുത്ത വീട്ടിൽ ഇപ്പോൾ 9 മാസം ഗർഭിണിയായ ഷാരൺ ടേറ്റ് തന്റെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുകയാണ്. ഇതേസമയം റിക്കും ക്ലിഫും പുറത്തുപോയി നന്നായി മദ്യപിച്ച് റിക്കിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ക്ലിഫ് തന്റെ നായയായ ബ്രാൻഡിക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരുങ്ങുന്നതിനൊപ്പം ഒരു ലഹരി സിഗരറ്റ് കത്തിക്കുന്നുണ്ട്. റിക്കാണേൽ ഒരു മഗ് മാർഗരേറ്റയുമായി ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവരുടെ പ്രൈവറ്റ് റോഡിലേക്ക് വലിയൊരു ശബ്ദത്തോടെ ഒരു പഴയ കാറ് വലിഞ്ഞു കയറി വരുന്നത്. ചാൾസ് മാൻസന്റെ അനുയായികളായ ടെക്സ്, സേഡി, കേറ്റി, ഫ്ലവർ ചൈൽഡ് എന്നീ 4 ഹിപ്പികളായിരുന്നു ആ വണ്ടിയിൽ. കയ്യിൽ മാരകായുധങ്ങളുമായി ഷാരൺ ടേറ്റിന്റെ വീട്ടിലുള്ള എല്ലാവരെയും വധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ വന്നിറങ്ങുന്നത്. വണ്ടിയുടെ ശബ്ദം കേട്ട് ഒരു ബാത്റൂബ് മാത്രം ധരിച്ച് റിക്ക് വീടിന് പുറത്തേക്ക് വരുന്നു. നന്നായി മദ്യപിച്ചിരുന്ന റിക്ക് തന്റെ പ്രൈവറ്റ് റോഡിൽ വണ്ടി നിർത്തിയിട്ടതിന് അവരെ ഭ്രാന്തമായി ചീത്ത വിളിക്കുന്നു.
റിക്കിന്റെ ആ ഒരു അപ്രതീക്ഷിത ദേഷ്യം കണ്ട് ഭയന്നുപോയ ഹിപ്പികള് അപ്പം തന്നെ വണ്ടി റിവേഴ്സ് എടുത്ത് താഴേക്ക് പോകുന്നു. എന്നാൽ താഴെ എത്തിയ ശേഷം സേഡിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. തങ്ങളെ ചീത്ത വിളിച്ച ആ ആള് പ്രശസ്ത താരം റിക് ഡാൾട്ടൺ ആണെന്ന്. ഹോളിവുഡ് സിനിമകളാണ് തങ്ങളെ അക്രമം പഠിപ്പിച്ചതെന്നും അതുകൊണ്ട് അവരെ തന്നെ ആദ്യം തീർക്കണമെന്നും അവൾ പറയുന്നു. ഈ പ്ലാനൊക്കെ കേട്ട് ഭയന്ന ഫ്ലവർ ചൈൽഡ് വണ്ടിയുമായി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. എന്നാൽ ബാക്കിയുള്ള 3 പേരും തോക്കുകളും കത്തികളുമായി റിക്കിന്റെ വീട്ടിലേക്ക് ലക്ഷ്യം വെച്ച് നടക്കുന്നു. യഥാർത്ഥ ചരിത്രത്തിൽ ഷാരൻ ടേറ്റിന്റെ വീട്ടിലേക്ക് കയറേണ്ടിയിരുന്ന ആ കൊലയാളികൾ ഈ കഥയിൽ റിക്കിന്റെ വീട്ടിലേക്കാണ് നടന്നു കയറുന്നത്. അവർ വാതിൽ പൊളിച്ചകത്തേക്ക് കിടക്കുമ്പോൾ ആ സിഗരറ്റിന്റെ ലഹരിയിൽ വളരെ കൂളായി നിൽക്കുകയാണ് ക്ലിഫ്. കയ്യിൽ തോക്കുമായി നിൽക്കുന്ന ടെക്സിനെ കണ്ട് ക്ലിഫ് ഒട്ടും ഭയപ്പെടുന്നില്ല. താൻ ചെറുത്താനാണെന്നൊക്കെ ടെക്സ് ഡയലോഗ് അടിക്കുമ്പോൾ ക്ലിഫ് അത് കേട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ടെക്സ് തോക്ക് ചൂണ്ടുമ്പോഴേക്കും ക്ലിഫ് തന്റെ നായ ബ്രാൻഡിക്ക് കൃത്യമായ ഒരു സിഗ്നൽ നൽകുന്നു. ബ്രാൻഡി മിന്നൽ വേഗത്തിൽ ചാടി ടെക്സിന്റെ മേലേക്ക് വീഴുകയും അവന്റെ കൈയും സാധനവും എല്ലാം കടിച്ചു കയറുകയും ചെയ്യുന്നു. ഈ സമയത്ത് കേറ്റി ക്ലിഫിനെ കത്തികൊണ്ട് കുത്തിയെങ്കിലും ക്ലിഫ് അവളെ വളരെ എളുപ്പത്തിൽ നേരിട്ട് അവളുടെ മുഖം ആ ചുമലിലടിച്ച് അവിടെ തന്നെ തീർക്കുന്നു. ബ്രാൻഡി ആണെങ്കിൽ ആ സമയത്ത് ഉന്നൻ ടെക്സിൽ നിന്ന് സേഡിയുടെ മുഖത്തേക്ക് മാറിയിരുന്നു. തറയിൽ കിടക്കുന്ന ടെക്സിന്റെ അടുത്തേക്ക് ക്ലിഫ് വന്നിട്ട് അയാളുടെ തല ചവിട്ടി പൊളിക്കുന്നുണ്ട്. ലഹരിയിലാണെങ്കിലും ക്ലിഫിന്റെ ആ സ്റ്റണ്ടബിൾ സ്കില്ലുകൾ മുഴുവൻ പുറത്തു വരുന്ന ഒരു രംഗമാണിത്. ഇത് കഴിഞ്ഞ് മുഖത്ത് പരിക്കേറ്റ സേഡി ഭ്രാന്തമായി അലറിക്കൊണ്ട് ബാക്ക് യാർഡിലുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുന്നു. ആ സമയത്ത് റിക്ക് തന്റെ ഹെഡ്ഫോണും വെച്ച് അവിടെ ഇതുവരെ നടന്ന ബഹളങ്ങളൊന്നും അറിയാതെ പൂളിലെ ഒരു ഫ്ലോട്ടിയിൽ കിടക്കുകയായിരുന്നു. സേഡി അവിടെ കിടന്ന് അലറിക്കൊണ്ട് വെടിവെക്കുമ്പോൾ അത് കണ്ട് ഭയന്ന റിക്ക് അവന്റെ ഷെഡിലേക്ക് ഓടുന്നു. ആ ഷെഡിൽ പഴയൊരു പടത്തിൽ ഉപയോഗിച്ച ഫ്ലെയിം ത്രോവർ ഇരിപ്പുണ്ടായിരുന്നു. റിക്ക് ആ വലിയ ഫ്ലെയിം ത്രോവറുമായി പുറത്തേക്ക് വന്ന് പൂളിൽ കിടക്കുന്ന സേഡിക്ക് മേലേക്ക് തീ തുപ്പുകയാണ്. സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് പോലീസും ആംബുലൻസും അവിടേക്ക് എത്തുന്നു. പരിക്കേറ്റ ക്ലിഫിനെ സ്ട്രെച്ചറിൽ കിടത്തി ആംബുലൻസിലേക്ക് മാറ്റുമ്പോൾ റിക്ക് അവനോട് നന്ദി പറയുന്നുണ്ട്. നീ ഒരു നല്ല സുഹൃത്താണെന്ന് റിക്ക് പറയുമ്പോൾ അവനെ കൊണ്ടാവാൻ കഴിയുന്നത് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് ക്ലിഫ് ചിരിച്ചുകൊണ്ട് മറുപടി നൽകുന്നു. ക്ലിഫിനെ കൊണ്ടുപോയ ശേഷം റിക്കിന്റെ അടുത്ത വീട്ടിൽ നിന്നും ഷാരോൺ ടേറ്റിന്റെ സുഹൃത്ത് ഗേറ്റിനടുത്തേക്ക് വരുന്നു. അവിടെ നടന്ന ഈ സംഭവങ്ങളെല്ലാം എന്താണെന്ന് റിക്കിനോട് ചോദിച്ചറിയുമ്പോൾ ഗേറ്റിലെ ഇന്റർകോമിലൂടെ ഷാരോൺ ടേറ്റ് റിക്കിനോട് സംസാരിക്കുന്നു. അവന്റെ പഴയകാല ഫിലിമുകളുടെ ഫാനാണെന്നും വളരെ ബഹുമാനത്തോടെ ആ വീട്ടിലേക്ക് ഒരു ഡ്രിങ്ക്സ് കഴിക്കാനായി ക്ഷണിക്കുകയും ചെയ്യുന്നു. താൻ ഹോളിവുഡിൽ നിന്നും ഔട്ടായി എന്ന വിഷമത്തിൽ കഴിഞ്ഞിരുന്ന റിക്കിന് ആ പുതിയ തലമുറയുടെ ഒരു വലിയ അംഗീകാരമാണ് അവിടെ ലഭിക്കുന്നത്. യഥാർത്ഥ ചരിത്രത്തിൽ ക്രൂരമായി വധിക്കപ്പെട്ട ഷാരോൺ ടേറ്റ് ഈ സിനിമയുടെ ലോകത്ത് സുരക്ഷിതമായ ജീവനോടെ ഇരിക്കുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടെ ഈ കഥ പൂർണ്ണമാകുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു അടിപൊളി ഫിലിമിന്റെ കഥയുമായി ഞാൻ വരുന്നത് വരെ Hasta la vista, baby.